അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഏറെ പ്രിയം നിറഞ്ഞവരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മനസ്സിലാക്കി പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കടപ്പെട്ടവരാണ് നാം ഏവരും എന്നും കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണേ എന്നും സാന്ദർഭികമായി ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലായി സൂറത്തുൽ ഖുറൈശ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തോടു കൂടിയിട്ട് ആ സൂറത്തുൽ ഖുറൈശ് പരിപൂർണമാക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ തുടങ്ങുന്നത്. അതിനു മുമ്പ് ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിടത്ത് വന്നിട്ടുള്ള ചെറിയൊരു പാകപ്പിഴവ്, അത് ഓർമ്മപ്പെടുത്തിയിട്ട് തുടങ്ങാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആരോ ആ സമയത്ത് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പറയുന്നിടത്ത് അശ്റത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടതാണ് എന്ന രൂപത്തിൽ പറഞ്ഞിട്ടായിരുന്നു. ആ ഒരു 10 പേരിൽ പെട്ടതല്ല. എന്നാൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വരുന്ന രംഗം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എൻ്റെ ഹൃദയത്തിൽ അള്ളാഹു ഇസ്ലാം വിട്ടു തന്ന സന്ദർഭത്തിൽ ഞാൻ പ്രവാചകൻ്റെ അടുക്കിലേക്ക് ചെന്ന് എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഹദീസുണ്ട്. എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, റസൂലേ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ, കാരണം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്. എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനുള്ള അവസരങ്ങൾ ഞാൻ പാത്ത് നടന്നിട്ടുണ്ട്. അവസരങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ച് നടന്നിട്ടുണ്ട്. ഒരു അവസരം കിട്ടിയാണെങ്കിൽ ഉപയോഗപ്പെടുത്തുമായിരുന്നു. അപ്പോൾ റസൂലെ, എൻ്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ എനിക്ക് പുറത്ത് കിട്ടുമോ എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അംർ, നിനക്കറിയില്ലേ, ഇസ്ലാം സ്വീകരിക്കുന്നതോട് കൂടിയിട്ട് അതിനു മുമ്പ് കടന്നു വന്നിട്ടുള്ള പാപങ്ങളൊക്കെ അള്ളാഹ് പുറത്തു തരുന്നു. ഒരാൾ ഹജ്ജ് ചെയ്യുന്നതോട് കൂടിയിട്ട് അതിനു മുമ്പ് കടന്നുപോയ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്ന്. അതൊക്കെ നിനക്ക് അറിയില്ലേ എന്ന് ചോദിക്കുന്ന രംഗമുണ്ട്. അതേ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ മരണപ്പെട്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ്, കുറച്ച് കാലങ്ങൾക്ക് ശേഷം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. കരയുന്നുണ്ട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. മരണത്തിൻ്റെ അവസാന രംഗം, അല്ലെങ്കിൽ മരണത്തിലേക്ക് അടുത്ത് നിൽക്കുന്ന സാഹചര്യം. കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീരിങ്ങനെ ധാരയായി ഒരുകുന്ന സാഹചര്യത്തിൽ മകന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. കാരണം റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് ഒരുപാട് സന്തോഷ വാർത്ത കിട്ടിയ ഒരാൾ കൂടിയാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ അത്രമേൽ പ്രാധാന്യമുണ്ട്. റസൂലുള്ളാഹിനോട് വന്നിട്ട് ഏറ്റവും ഇഷ്ടം ആരോടാന്നൊക്കെ ചോദിക്കുന്ന രംഗമൊക്കെ ഉണ്ട്. റസൂലുള്ളാഹി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞാലോ എന്ന് ആഗ്രഹിച്ചിട്ട്. അപ്പോൾ ഏതായാലും ഈ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അവസാന രംഗം ഇങ്ങനെ കരയുക. അപ്പോൾ മകൻ ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾ കരയുന്ന എന്തിനാ? മരണത്തിന് പേടിയാണോ? മരിക്കാൻ പേടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തിരിച്ചു കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്. അതുകൊണ്ടല്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് 3 കാലഘട്ടങ്ങൾ, തബക്കാത്തുകൾ കടന്നു പോയിട്ടുണ്ട്. 3 കാലഘട്ടം. അതിലൊന്നാമത്തെ കാലഘട്ടം എന്ന് പറഞ്ഞത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ
കാഫിറിലായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് അല്ലാത്ത മറ്റു പലരെയും ആരാധിച്ചു കൊണ്ടിരുന്ന അവിശ്വാസത്തിൽ മുഴുകിയിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഞാൻ പ്രവാചകനെ കൊല്ലാനുള്ള ഒരു അവസരത്തിനു വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. എനിക്ക് ഉറപ്പാണ് ഞാൻ അന്നായിരുന്നു മരണപ്പെട്ടിരുന്നത് എങ്കിൽ നരകത്തിലായിരിക്കും. അന്നാണ് ഞാൻ മരണപ്പെട്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ നരകത്തിലായിരിക്കും. ഇനി രണ്ടാമത്തെ എൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമുണ്ട്. ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. പ്രവാചകൻ്റെ അടുക്കലേക്ക് അങ്ങേയറ്റം ലജ്ജയോടുകൂടി കടന്നു വരുന്ന രംഗങ്ങളുണ്ടായി. പ്രവാചകന് ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. ഒരു വേള മറ്റുള്ളവർ പോലും പറഞ്ഞിട്ടുണ്ട്, ഈ സമയത്തെങ്ങാനുമാണ് അമ്രൊക്കെ മരണപ്പെടുന്നതെന്നുണ്ടെങ്കിൽ സ്വർഗ്ഗം ഉറപ്പാണ്. കാരണം എല്ലാവർക്കും ഇഷ്ടമാണ്, റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണ്, സ്വഹാബാക്കൾക്ക് ഇഷ്ടമാണ്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ബുദ്ധി കൂർമ്മത വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇസ്ലാമിന് കാരണമായിട്ടുണ്ട്. ആ സമയത്താണ് ഞാനെങ്ങാനും മരണപ്പെട്ടിരുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് സ്വർഗ്ഗമാവുമെന്ന് മറ്റുള്ളവർ പറയുമായിരുന്നു. എന്നാൽ ഇനി മൂന്നാമത്തെ ഒരു ഘട്ടം ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടതാണ്. ആരാ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സുൽത്താനിയത്തുകൾ, അല്ലെങ്കിൽ ഒരുപാട് അധികാരങ്ങൾ, ഒരുപാട് നേതൃസ്ഥാനങ്ങൾ, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള ഈ കാലഘട്ടം. ഞാൻ റബ്ബിൻ്റെ മുമ്പിൽ എൻ്റെ ആ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുന്നിടത്ത് എത്രത്തോളം ഞാൻ വിജയിച്ചിട്ടുണ്ട് എന്ന വിഷയത്തിൽ എനിക്ക് ഭയമുണ്ട്. അതിനാലാണ് കരയുന്നത് എന്ന് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു മകനോട് പറയുന്ന രംഗമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, സ്വഹാബാക്കളൊക്കെയും തന്നെ ചരിത്രത്തിൽ നിന്ന് തുടങ്ങിയതും അതാണ്. സ്വഹാബാക്കളൊക്കെയും തന്നെ മരണപ്പെട്ടാൽ മതി, നാളെ സ്വർഗത്തിലെത്തും എന്നുള്ളൊരു മാനസികമായിട്ടുള്ള ഒരു സന്തോഷത്തിൽ ജീവിച്ചിരുന്നവരായിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു അടക്കം, അബൂബക്കർ റളിയല്ലാഹു അൻഹു അടക്കം, ഓരോ സ്വഹാബാക്കളും ഇത്രത്തോളം, ആയിഷ റളിയല്ലാഹു അൻഹ അടക്കം, റസൂലുള്ളാഹിന്റെ ഭാര്യയെ മരണപ്പെട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ കബറടക്കാതിരിക്കാനുണ്ടായ കാരണങ്ങൾ പറയുന്നിടത്ത് പ്രധാനമായിട്ട് പറയുന്ന ഒന്നുണ്ട്, എനിക്ക് ആ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഇനി എൻ്റെ മയ്യത്ത് കിടത്താൻ പറ്റുമോ എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല. കാരണം ജീവിതത്തിൽ പല പരീക്ഷണങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഓർമ്മപ്പെടുത്തുന്നത്, പരീക്ഷണമാകുന്ന ഈ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഒരുപാട് സുഖാനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കെ, അല്ലേ? നമ്മളത് പറയുമ്പോൾ ചിലപ്പോൾ സുഖാനുഗ്രഹങ്ങൾ ആസ്വദിക്കുക എന്നൊക്കെ പറയുമ്പോൾ, അല്ലേ, 5 നേരം അല്ലെങ്കിൽ 2, 3, 4 നേരം വലിയ പ്രയാസമില്ലാതെ അൽഹംദുലില്ലാഹ് ഒരു പക്ഷെ ഇപ്പോൾ തിന്നാൻ കഴിയുന്നുണ്ടാവും. നമ്മളെക്കാളേറെ ഒന്നിനും കഴിയാത്ത, സാഹചര്യങ്ങളില്ലാത്ത, പ്രയാസപ്പെടുന്നവർ ഒരു വേള നമ്മുടെ ചുറ്റുണ്ടാവും. മുന്നിൽ ഭക്ഷണം ഉണ്ടായിട്ട് കൈകൊണ്ട് വായിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടാകും. അപ്പം നമ്മൾ എത്ര അനുഗ്രഹമുള്ളവരാ! ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോൾ ആ റബ്ബിന് ശുക്ർ ചെയ്യുന്നവരായിട്ട് മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ സൂറത്തിലേക്ക് നമ്മൾ കിടക്കാം. സൂറത്തുൽ ഖുറൈശ്. കാരണം ഖുറൈശിൻ്റെ ലക്ഷ്യം പ്രധാനമായിട്ട് അത് തന്നെയാണ്. നമുക്കൊന്ന് പാരായണം ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ 1, 2, 3 ആയത്ത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതും പാരായണം ചെയ്തതിൻ്റെ അർത്ഥം ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കിടക്കാം. എൻ്റെ കൂടെ ഓതാണോ അല്ലെങ്കിൽ ശേഷം ഓതോ? എന്താ വേണ്ടേ? ഒന്ന് ഓഫറിങ്ങൊക്കെ തരാൻ വിചാരിച്ച്. ഇൻഷാ അല്ലാഹ് ശേഷം ഓതണോ കൂടെ ഓതണോ? ബാക്കൊന്നും പറഞ്ഞോ കേട്ടോ. ഇൻഷാ അല്ലാഹ് ശേഷം ഓതാന്നാൽ കൂടെ ഒരു അവസരം തരണ്ടേ, കുറച്ച് ആൾക്കാർ പറഞ്ഞിണല്ലോ. ഇൻഷാ അല്ലാഹ് ഓക്കെ, എന്നാ ഒന്ന് ഓതാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من
جوع وآمنهم من خوف. നമ്മൾ ഖുറൈശികളെക്കുറിച്ചും അവരുടെ മഹത്വത്തെക്കുറിച്ചും പ്രവാചകൻ പഠിപ്പിച്ച മഹത്വങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അർത്ഥത്തിലേക്ക് ഇങ്ങനെ വരാം. ഈലാഫി ഖുറൈഷ്. ഈലാഫി ഖുറൈഷ് എന്തായിരുന്നു? ഖുറൈശികളെ കൂട്ടിയിണക്കിയതിനാൽ, അല്ലെങ്കിൽ ഖുറൈശികളെ ഇണക്കമുണ്ടാക്കി കൊടുത്ത് അക്കാരണത്താൽ, അങ്ങനെ പല രൂപത്തിൽ അർത്ഥങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൂട്ടിയിണക്കിയത് എന്തായിരുന്നു? പ്രധാനമായിട്ടും കൂട്ടിയിണക്കിയത് ഏതാന്ന് അടുത്ത ആയത്തിൽ പറയാണ്, ഈലാഫിഹിം റിഹ്ലതശ്ശിതാഇ വസ്സൈഫ്. ഈലാഫിഹിം, അവരുടെ ആ കൂട്ടിയിണക്കം, അവരല്ലാഹു സുബ്ഹാനഹു വ തആല ഇണക്കി കൊടുത്തത് ഏതാണ്? റിഹ്ലതശ്ശിതാഇ വസ്സൈഫ്, ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്ര അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇണക്കി കൊടുത്തത് നിമിത്തം ഒക്കെ നമ്മൾ വിശദീകരിച്ചു. അവരുടെ യാത്രകൾ എങ്ങനെയായിരുന്നു, ആ യാത്രയിൽ അവർക്കുണ്ടായിരുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ രൂപത്തിൽ നമ്മൾ പറഞ്ഞു. അവരുടെ പ്രധാനമായിട്ടുണ്ടായിരുന്ന യാത്രയെക്കുറിച്ചും, ശൈത്യകാലത്ത് അവർ യമനിലേക്ക് പോകും, ഉഷ്ണകാലത്ത് അവർ ഷാമിലേക്ക് പോകും. ഇതാ ഒരു യാത്ര സ്വാഭാവികമായിട്ടും ആ പ്രകൃതിയുടെ മാറ്റത്തിനനുസൃതമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. അവർക്ക് സൗകര്യമുള്ള രൂപത്തിലേക്കുള്ള യാത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുത്തു. നമ്മൾ ഇത്രയും ഭാഗങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ആയത്തിലേക്ക് നമ്മൾ കടക്കാം. ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. ഫല്യഅ്ബുദൂ, ഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ തന്നെ കാരണസൂചകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫ ഉപയോഗിച്ചെന്ന് പറയുന്നുണ്ട്. കാരണം മുമ്പ് പറഞ്ഞത് അവരുടെ യാത്ര, ഈ യാത്ര അവർക്ക് കൂട്ടിയിണക്കിയതിനുള്ള ബെനിഫിറ്റ് എന്തായിരുന്നു? പട്ടിണി മൂലം ഭക്ഷണത്തിനുള്ള അവസരമില്ലാതെ മരുഭൂമിയിലേക്ക് കുടുംബത്തോടു കൂടി പോയി അവിടെ മരണപ്പെട്ടിരുന്ന ഒരു സമൂഹമാണ് അല്ലേ? ആ സമൂഹത്തെയാണ്. മാത്രമല്ല മക്കയുടെ പ്രത്യേകത, നമുക്ക് ഈ ആയത്തുകൾ വിശേഷിക്കും നമ്മൾ പറയും വീണ്ടും. മക്കയുടെ പ്രത്യേകത എന്തായിരുന്നു? അവിടെ ഒരു കൃഷി ഉണ്ടോ? ഇല്ല. കന്നുകാലികൾ ആ രൂപത്തിലുണ്ടോ? അതുമില്ല. അപ്പൊ അവർക്ക് അന്നം കിട്ടാനുള്ള ഏക മാർഗം കച്ചവടമാണ്. അതിനുള്ള സൗകര്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ആ രംഗങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ടാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനോട് പ്രത്യേകം ഓർമ്മ. ഫല്യഅ്ബുദൂ, അതിനാൽ അവർ ആരാധിക്കട്ടെ, അവർ ഇബാദത്ത് ചെയ്യട്ടെ, അവർ ഇബാദത്ത് ചെയ്യട്ടെ, അവർ ആരാധിക്കട്ടെ. റബ്ബ ഹാദൽ ബൈത്ത്. റബ്ബ് പറഞ്ഞാൽ എന്താ? രക്ഷിതാവ്. നമ്മൾ മുമ്പ് റബ്ബിന് വിശാലമായിട്ടുള്ള ഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഖാലിക്കാവണം, മാലിക്കാവണം, മുദബ്ബിറാവണം. ആ സൃഷ്ടിച്ചതിന് ശേഷം അതിന് കൃത്യമായിട്ട് അതിൻ്റെ ഉടമസ്ഥാവകാശം ആരിലാണോ ആ ഉടമസ്ഥാവകാശം കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത്, അതിൻ്റെ മാത്രമല്ല അതൊക്കെ നിയന്ത്രിച്ച് പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവന് റബ്ബ്. മലയാളത്തിൽ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം പരിപൂർണ്ണ ആവൂല, എന്നാലും ഏകദേശം എത്തുന്ന വാക്ക് എന്ന രൂപത്തിൽ ഉപയോഗിക്കുന്ന. ഇപ്പൊ റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിൻ്റെ റബ്ബിന്. ഏതാ ഈ ഭവനം? മക്കത്തുള്ള ഭവനം ഏതാ? കഅബ. ആ കഅബയുടെ രക്ഷിതാവിനെ അവർ ആരാധിക്കട്ടെ. ഒരു ചോദ്യം പ്രധാനമായിട്ട്, എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാദൽ ബൈത്ത് എന്ന് പറഞ്ഞേ, ഈ ഭവനം എന്ന് പറഞ്ഞേ? എന്തുകൊണ്ടായിരിക്കും? നമുക്കതിലേക്ക് തന്നെ കടക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്ന് ഹാദൽ ബൈത്ത് എന്ന് പറഞ്ഞത് ഒരു കാര്യത്തിന് നമ്മളിങ്ങനെ പറയുമ്പോൾ ഈ മൈക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ മൈക്കിന് എന്തോ പ്രത്യേകത ഉണ്ടെന്നാണ് അല്ലേ? ഒന്നതാണ്. ആ ഹാദൽ ബൈത്ത് എന്ന് പറയുമ്പോൾ ആ ഭവനത്തിന് മറ്റുള്ളവയിൽ നിന്നും ഒരുപാട് പ്രത്യേകതകളുണ്ട്, മഹത്വമുണ്ട്. ആ മഹത്വത്തെ ഓർമ്മപ്പെടുത്താനാണ് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് നമ്മൾ ചിലപ്പം പറയും അല്ലേ, ആ ഒരു ഇതിനെന്തോ ഒന്ന് പ്രത്യേകത ഉണ്ട്, അതാണ് ഇതിൻ്റെ ഇത് അല്ലേ? ഓക്കെ. അപ്പോൾ ആ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിൻ്റെ റബ്ബ്. അപ്പോൾ ഒന്നതാണ്. ഇനി രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏറെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ട ഒന്നാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ഖുറൈശികൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ആരോടും പറയാതെ ഒന്ന് എണീറ്റിരിക്കട്ടോ, ഒരു കുഴപ്പമില്ല. കാലും കൈയൊന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാന്ന് വിചാരിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞതാണ്. ഇപ്പം എല്ലാവരും ഉറങ്ങിയെന്നല്ല കേട്ടോ. അൽഹംദുലില്ലാഹ് മുമ്പിൽ ഏകദേശം എല്ലാവരും നല്ല ഉഷാറായിട്ട് അൽഹംദുലില്ലാഹ് നിൽക്കുന്നുണ്ട്. ബറക്കല്ലാഹു ഫീക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ ഖുർആനെ മനസ്സിലാക്കാനും പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തിക്കാനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം പിശാച് നല്ല പണിയെടുക്കും, 100% ഉറപ്പാണ്.
നമ്മൾ എന്നും പറയാറുള്ള കാര്യമാണ് അല്ലേ. ഉറപ്പാണ് പണിയെടുക്കും, എങ്ങനെയെങ്കിലും ഇങ്ങനെ ഉറക്കാം, കാരണം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയാൻ പോണത്. അപ്പം എന്തായാലും പണിയെടുക്കും. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കാം. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകം പറയാം, ഇവർ ഒരുപാട് കാര്യങ്ങൾക്ക് അവർ നന്ദി കാണിച്ചില്ല. ഇനി ചില കാര്യങ്ങൾക്ക് അവർ നന്ദി കാണിക്കേണ്ടതുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഅബ ആദ്യ കാലഘട്ടത്തിൽ നമുക്കറിയാം, കഅബ ഉണ്ടാക്കിയത് ആരാ? കഅബ നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന രൂപത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ നിർമ്മാണം നടത്തിയത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമുമാണ്. പക്ഷേ കഅബ ആദ്യമായി ആരുണ്ടാക്കി എന്ന ചോദ്യത്തിന് പ്രധാനമായിട്ടും ചരിത്ര താളുകളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുക ആദം നബി അലൈഹി ഇസ്ലാമിയുടെ സന്താനങ്ങളിൽ ഉണ്ടാക്കി, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അത് മലക്കുകളാണെന്നുള്ളൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉണ്ടാക്കിയ ആ ഒരു ഏറ്റവും നല്ല രൂപത്തിലേക്ക് അതിനെ നിർമ്മിച്ചെടുത്തു എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വൈദി യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കവായിദ് പറഞ്ഞാൽ ശരിക്കും ഒരു അടിത്തറ ഉണ്ട് എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിയെയും ഉമ്മ ഹാജറിനെയും അവിടെ ആക്കി പോകുന്ന സാഹചര്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ പവിത്രമായ ഭവനത്തിൻ്റെ അടുക്കുന്ന്. അന്ന് അവിടെ ഗവൺമെൻറ് ഉണ്ടാക്കിയത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമാണ്. ചെറിയ കുഞ്ഞിനെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ കൊണ്ടുപോയി ആക്കി പോണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞ പ്രാർത്ഥനയെ പെട്ടേതാ? നിന്റെ മഹറമായി, നിന്റെ പവിത്രമായ ഭവനത്തിൻ്റെ അടുക്കൽ ഞങ്ങൾ ഇതാക്കി പോണെന്നാ. അപ്പോൾ അവിടെ എന്തുണ്ട്? അപ്പോൾ പവിത്രമായൊരു ഭവനുണ്ട്, അതിൻ്റെ ഒരു അടിത്തറ അവിടെ ഉണ്ട്. അതെന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും പടുത്തുയർത്തുന്നത്. അപ്പോൾ ആ കഅബ ഉണ്ടാക്കിയ അതിനുശേഷം പിന്നീട് ആദ്യമായി ലോകത്ത് അള്ളാഹുവിനെ മാത്രമായി ആരാധിക്കുവാനായി നിർമ്മിച്ച ഭവനേതാ? കഅബയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതേ സാഹചര്യത്തിൽ, ഇതേ കഅബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സാഹചര്യത്തിൽ, പ്രവാചകത്വം കിട്ടിയ സാഹചര്യത്തിൽ അതിൻ്റെ ഉള്ളിൽ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യമായിട്ട് അവിടേക്ക് വിഗ്രഹം കടന്നു വരുന്നത് ഹുബിൽ എന്ന് പറയുന്നൊരു വിഗ്രഹം. ഹുബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊണ്ടുവരുന്ന ഒരാളുണ്ട്. കൊണ്ടുവരുന്ന വരുന്നത് അംറു ഇബ്നു ലുഹൈ അൽ ഖുസാഇ എന്ന് പറഞ്ഞ ആളാണ്. അവർ സിറിയയിലേക്ക് കച്ചവടത്തിന് വേണ്ടിയിട്ട് പോയി. അവിടെ പോയ സാഹചര്യത്തിലാണ് സിറിയയിൽ ഇങ്ങനെ കുറേ ആൾക്കാർ പലതിൻ്റെ മുമ്പിലും പ്രാർത്ഥനകളും ആരാധനകളൊക്കെ നടത്തുന്നുണ്ട്. ചില ആൾക്കാർ നക്ഷത്രങ്ങൾ ആരാധിക്കുന്നുണ്ട്, അങ്ങനെ പലതിനെയും ആരാധിക്കുന്നുണ്ട്. അപ്പം ആ സാഹചര്യത്തിൽ അംറു ഇബ്നു ലുഹൈന് തോന്നിയായി ഇതൊരു നല്ല ഏർപ്പാടാണല്ലോ. കാരണം പ്രാർത്ഥന ഒന്നും കൂടി ഒരു ശ്രദ്ധ കിട്ടാനും ഒരു കോൺസെൻട്രേഷൻ കിട്ടാനൊക്കെ നമുക്ക് മുന്നിലൊരു സാധനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ലതാണല്ലോ തോന്നിയിട്ട് എന്ത് ചെയ്ത് അവിടുന്ന് ഒരു വിഗ്രഹത്തിന് കൊണ്ടുവന്ന്. ആ വിഗ്രഹത്തിൻ്റെ പേരാണെന്ത്? ഹുബിൽ. എന്താണ് ഹുബിൽ എന്ന് പറയുന്ന വിഗ്രഹത്തെ എന്ത് ചെയ്തു? മക്കത്ത് കൊണ്ടുവന്ന്. ആദ്യമായിട്ട് മക്കയിലേക്ക് നമ്മൾ ഈ ഹാദൽ ബൈത്ത് എന്തുകൊണ്ടാണ് വന്നതെന്നാണ് പറയാൻ പോണ കേട്ടോ. ആദ്യമായിട്ട് മക്കയിലേക്ക് അങ്ങനെ വിഗ്രഹം കൊണ്ടുവരുന്നത് ആരാണ്? ഈ അംറു ഇബ്നു ലുഹൈയാണ്. അംറു ഇബ്നു ലുഹൈ അങ്ങനെ അത് കൊണ്ടുവന്ന് മക്കക്കാർക്ക് ആദ്യം പരിചിതമല്ലാത്ത ഒന്ന് പിന്നീട് അങ്ങനെ ഇത് പരിചിതമായി. അവരതിലേക്ക് കൂടുതൽ വിഗ്രഹ പൂജയിലേക്കും മറ്റും അവർ നിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മക്കയിൽ മൊത്തം അത് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ലെങ്കിൽ മക്കത്തുനിന്ന് കല്ലും കൊണ്ടുപോകുന്ന ഏർപ്പാടുണ്ടായി. മക്കത്ത് കുറേ വിഗ്രഹങ്ങളുണ്ട്, കഅബയുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം ഇനി മക്കത്തുനിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ആരാധിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ട് കല്ല് യാത്രയിൽ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. ഇനി കല്ല് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ പണിയെടുക്കാൻ തുടങ്ങി. മണലിങ്ങനെ ഈ മരുഭൂമിയിലെ മണൽ അറിയാലോ അല്ലേ? മരുഭൂമിയിൽ കാര്യമായിട്ട് മണലാണ് ഉണ്ടാകുക. അപ്പം ഈ മണലിങ്ങനെ ഒരുമിച്ച് കൂട്ടിക്കാണ്ട് അതിലേക്കൊരു ആടിനെ കൊണ്ടുവന്നിട്ട് അതിലേക്ക് ഇങ്ങനെ കറക്കും. അപ്പം എന്താ ഉണ്ടാവുക? അപ്പോൾ ഒരു രൂപം അവിടെ ഉണ്ടാവില്ലേ? ശരിക്കും ആലോചിച്ച് നോക്കിട്ടോ. മണലിങ്ങനെ കൂട്ടിയിട്ട് ആ മണിലേക്ക് ഒരു ആടിനെ കൊണ്ടുവന്നിട്ട് പാല ആ മണലിലേക്ക് ഇങ്ങനെ കറന്നാൽ എന്താ ഉണ്ടാവുക? അതിങ്ങനെ ചേർന്നിട്ട് അതിനൊരു വെറൈറ്റി രൂപമായിട്ട് ഇങ്ങനെ മാറൂലേ? കൈകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടിയില്ല. ആ രൂപത്തിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനോട് പ്രാർത്ഥിക്കുന്ന രൂപത്തിലേക്ക് വരെ അവർക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരെ അല്ലെങ്കിൽ അല്ലാത്തതിനെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതേപോലെ ഇസാഫ് നായില എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചരിത്രത്തിൽ കിടക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കഅബൻ്റെ ഉള്ളിൽ വെച്ചിട്ട്, അല്ലാഹു ആലം ചരിത്രത്തോളം ശരിയാന്നുള്ളത്, കഅബൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള ഒന്ന് ചെയ്ത ആണും പെണ്ണുമാണ് ഇസാഫും നായിലി. വിവാഹം കഴിച്ചിട്ടില്ല.
അവർ ചുംബനം പോലുള്ള രൂപത്തിലേക്ക് അവരെന്ത് ചെയ്ത് നടന്ന് കാബിൻ്റെ ഉള്ളിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെന്തായി മാറ്റി? കല്ലാക്കി മാറ്റിയെന്നാണ്. ആ കല്ലിനെയാണ് പിന്നെ ആരാധിക്കാൻ തുടങ്ങണേ. അങ്ങനെ 300-ൽ പരം വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ആരാധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഇത് ആരാധിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ചില ബൈത്തുകൾ, ചില ഭവനങ്ങൾ, ചില കാവുകൾ, ചില വീടുകളൊക്കെ ഉണ്ടാക്കുന്ന ഏർപ്പാടുണ്ടായി. പല വീടുകൾ ആ രൂപത്തിലുണ്ടായിരുന്നു. മക്കയുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പല വീടുകളുണ്ടായിരുന്നു. അതിൽ പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്നായിരുന്നു, നമ്മൾ മനസ്സിലാക്കണം, മറ്റൊന്നു കൂടി ഉണ്ട് കേട്ടോ. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അറിയാം, അള്ളാഹിനോട് അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അള്ളാഹിനോട് മാത്രമല്ല പ്രാർത്ഥിക്കുക, അവിടെ വിഷയം. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത സൂറത്ത് പറയും. അടുത്ത സൂറത്ത് ഏതാ? സൂറത്തുൽ ഫീൽ. നമ്മളിങ്ങനെ പിറകിക്കാണല്ലോ പോണേ അല്ലേ? നമുക്ക് വിശദീകരിക്കാൻ സൂറത്തുൽ ഫീല. സൂറത്തുൽ ഫീൽ പറയുമ്പോൾ നമ്മൾ പറയും അബ്ദുൽ മുത്തലിബാണ് അബ്രഹത്തും സംഘും കഅബ പൊളിക്കാൻ വേണ്ടി വരുന്ന സാഹചര്യത്തിൽ നേതൃത്വത്തിലുള്ളത്. അപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ 200 ഒട്ടകത്തിനും പിടിച്ചു വെച്ചാണ് അബ്ദുറഹത്ത് വരുമ്പോൾ. അബ്രഹത്തിൻ്റെ അടുക്കിലേക്ക് അബ്ദുൽ മുത്തലിബ് ചെന്ന് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ഒട്ടകങ്ങൾ എനിക്ക് വിട്ടുതരണം, അതിൻ്റെ റബ്ബ് ഞാനാണ്. കഅബക്കൊരു റബ്ബുണ്ട്, ആ കഅബയെ അതിൻ്റെ റബ്ബ് സംരക്ഷിച്ചോളൂ എന്ന് പറയുന്ന രംഗമുണ്ട്. പക്ഷേ നമ്മൾ വിശദമായിട്ട് അവിടെ പറയും. അപ്പോൾ അള്ളാഹിനോട് അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ കഅബയിലെ കില്ല പിടിച്ചിട്ട് പിന്നെ പ്രാർത്ഥിച്ചിട്ടാണ് അവർ മലയുടെ മുകളിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് അബാബീൽ പക്ഷികളൊക്കെ വന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നശിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ പറഞ്ഞു വരുന്നത്, ഇവർക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഇതുണ്ട്. പ്രധാനമായിട്ട് ഉസ്സ, ലാത്ത, ഉസ്സ, മനാത്ത എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? ഉസ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ മറ്റൊരു കഅബ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കഅബ ഉണ്ട പോലെ തന്നെ ഒരു കഅബ ഉണ്ടാക്കി വെച്ച്, അതിൽ കല്ല്, ഉസ്സ പോലുള്ള രൂപത്തിലുള്ള കല്ലിനായിരുന്നു അവർ പ്രധാനമായിട്ടും പ്രാർത്ഥിച്ചിരുന്നത്. ഖുറൈശികൾക്കുള്ള കേട്ടോ, നെഹ്ല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ അവർ പ്രാർത്ഥിക്കുകയും മക്കയിൽ നിന്ന് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങോട്ട് വന്ന് തവാഫ് ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു എന്നാണ്. ഈ ഉസ്സക്ക് ചുറ്റും, ഉസ്സക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഭവനത്തിൻ്റെ ചുറ്റും എന്ത് ചെയ്യും? അവർ തവാഫ് ചെയ്യും. തവാഫ് ഇവിടെ ചെയ്യുക, തവാഫ് ചെയ്യാറുണ്ട് എന്താ? പ്രദക്ഷിണം ചെയ്യുക അല്ലെ? കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യുന്നത് അല്ലേ? ഹജ്ജിലും ഉംറയിലും ഒക്കെ എത്രത്തോളം. അതുമാത്രമല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള നമ്മൾ പള്ളിയിൽ കയറിയ തഹിയ്യത്ത് നിസ്കരിക്കുന്ന പോലെ ചെയ്യേണ്ടതും തവാഫാണ്. അപ്പോൾ ഈ തവാഫ് ചെയ്യും എവിടെ? ഉസ്സക്ക് ചുറ്റും. ഉസ്സക്ക് ചുറ്റും തവാഫ് ചെയ്യുന്ന ഏർപ്പാട് അവർക്കുണ്ടായിരുന്നു. അതേപോലെ മറ്റൊന്നായിരുന്നു ലാത്ത. ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്വായിഫിൽ ഉണ്ടായിരുന്ന ഒരു വിഗ്രഹം. ത്വായിഫുകാരുടെ വിഗ്രഹം, സഖീഫ് ഗോത്രത്തിൻ്റെ ഒക്കെ വിഗ്രഹം. അവർ ഇതേപോലെ അതിന് ചുറ്റും ഒരു വീടൊക്കെ ഉണ്ടാക്കി ഇതേപോലെ തന്നെ ഈ ആരാധനകൾ ബാക്കിയുള്ളത് അവിടെ നടത്തും. അതേപോലെ മറ്റൊന്നായിരുന്നു മനാത്ത്. ലാത്ത, ഉസ്സ, മനാത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണ് മനാത്ത്. ഈ മനാത്ത് എന്ന് വെച്ചാൽ ഔസ്, ഖസ്റജ് പോലെയുള്ള ഗോത്രങ്ങൾ ഹുദൈദിനടുത്ത് അൽ മുശല്ലൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ടാക്കിയതാണ് ഒരു ഭവനം. എന്നിട്ട് അവിടെ അതേപോലെ ബലിയറുക്കലും ഇങ്ങനെയുള്ള കുറേ അറവുകളും ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് അവർ നടത്തും. മദീനക്കാർക്കൊക്കെ പ്രത്യേകമായിട്ടുണ്ടായിരുന്ന ഒന്നായിരുന്നത്. അതുപോലെ തന്നെ ദുൽഖലസ് എന്ന് പറയുന്നൊരു വിഗ്രഹം, ആ വിഗ്രഹത്തിന് ചുറ്റും ഒരു ഭവനം. ആ ഭവനത്തിലും ഇതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായി നടത്തേണ്ടുന്നതായിട്ടുള്ള ആരാധനാ പ്രാർത്ഥനാ കാര്യങ്ങൾ അവിടെ വെച്ച് നടത്തും. അത് പ്രധാനമായിട്ടും ബജീല, ദൗസ്, അതുപോലെ തന്നെ ഹഫ്അം ഗോത്രത്തിൻ്റെ ഒക്കെ പ്രധാനമായിട്ടുള്ള ആരാധന കേന്ദ്രമായിരുന്നു. അതുപോലെ മറ്റൊന്നായിരുന്നു റിആം എന്ന് പറയുന്നത് ഹിമ്യർ ഗോത്രക്കാരുടെ. അതേപോലെ തന്നെ ഫിൽസ്, റുദാ, അതുപോലെ ദുൽഖഅബാത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും അറിയപ്പെട്ട തന്നെ ഒരു ഓരോന്നിനും കഅബയുടെ പേരിനോട് ചേർത്ത് പറയുന്ന പേരുകളാണ് പലതിനുള്ളത്. ദുൽഖഅബാത്ത് എന്ന് പറഞ്ഞാൽ ബക്കർ, തഅലബ് ഒക്കെ ഗോത്രങ്ങൾ ആരാധിച്ചിരുന്ന ഭൂരിഭാഗം സിറിയക്കാരായിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമായി ആരാധിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഉണ്ടാക്കിയിട്ടുള്ള കഅബയെ പോലെ തന്നെ മറ്റു പലതിനും അവരെന്തുണ്ടായിരുന്നു? ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും അതിന് പ്രത്യേകമായിട്ടുള്ള ചില ഭവനങ്ങൾ ഉണ്ടാക്കി അവിടെ തവാഫ് ചെയ്യലും അവിടെ പ്രാർത്ഥനാ കാര്യങ്ങൾ നടത്തലും ഇങ്ങനെയൊക്കെയുള്ള പല പ്രവർത്തനങ്ങളും അവർ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. അപ്പം അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത്. ഏത്? അപ്പറഞ്ഞതിൻ്റെ ഒന്നും റബ്ബുമാരല്ല, അല്ലെങ്കിൽ അപ്പറഞ്ഞതിനൊക്കെ ആരാധിക്കുന്നതായിട്ടുള്ള അതല്ല. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആരെയാണ്? അവർക്ക് വിശ്വാസമുള്ള, അവർക്ക് പരിപൂർണമായി ഉറപ്പുള്ള, എന്നാൽ അള്ളാനെ മാത്രം ആരാധിക്കൂല്ല. അതാണ് അവരുടെ സ്വഭാവം.
ആ കഅബക്ക് ഒരു റബ്ബുണ്ടെന്നും ആ റബ്ബ് അള്ളാഹു ആണെന്നും ആർക്കറിയാം? മക്കൾക്കാർക്കറിയാം, വളരെ കൃത്യമായിട്ട് അറിയാം. ആ റബ്ബിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആരാധിക്കേണ്ടത്. ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിന്റെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. അപ്പൊ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ മുമ്പ് പറയുന്നത് നമുക്ക് അറിയണതാണ്. എന്താ ആരാധന പറഞ്ഞ? അങ്ങേയറ്റത്തെ താഴ്മയും അതുപോലെ തന്നെ ഒരു മനസ്സിലുണ്ടാകുന്നൊരു ഭയവും ഒക്കെ ചേർന്ന രൂപത്തിലുള്ള കർമ്മങ്ങളാണ് ആരാധന, ഇബാദത്ത് എന്ന് പറയുന്നത്. അത് അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് മാത്രം കിട്ടേണ്ടുന്നതായിട്ടുള്ളത് മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ചാൽ എന്തായി മാറും? അല്ലാത്തവർ ആരാധിക്കലായി മാറും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഭയപ്പെടേണ്ടുന്നതിന് പകരം മറ്റു പലതിനെയും ഭയപ്പെട്ട് കഴിഞ്ഞാൽ അതെന്തായി മാറും? സ്വാഭാവികമായിട്ട് അല്ലാത്തവർ ആരാധിക്കുന്നതിന് മാരണമായി മാറും. നമ്മളെ ഇബാദത്തുകളിൻ്റെ ഏത് രൂപവും അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാക്കുക എന്നുള്ള. ഇതേപോലെ തന്നെ പവിത്രമായിട്ടുള്ള ഈ ഭൂമിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ റബ്ബിനെ ആരാധിക്കുന്നത് പറയുന്ന രംഗമുണ്ട്. നമുക്ക് കാണാം സൂറത്തുൻ നംലിലെ 91-ാമത്തെ ആയത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ മക്കളെ. സോറി, കോളേജിൽ നമ്മൾ ചിലപ്പോൾ കോളേജിലെ സ്കൂളിൽ ചിലപ്പോൾ കുട്ടികളെ മദ്രസിലൊക്കെ കുട്ടികളെ പെട്ടെന്ന് മക്കളെ തരണമാതിരി പെട്ടെന്ന് വന്നു ഏതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഏതായാലും എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. കാരണം നമ്മളെടുത്തുനിന്ന് എന്താ പറയുക, ഒരു ഭാഗം, ഒരു ചെറിയൊരു ഭാഗം അൽഹംദുലില്ലാഹ് നിങ്ങളെ മനസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ അത്രയും സന്തോഷമാണ്. അപ്പോൾ നോക്കാം, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നംലിലെ 91-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദത്തില്ലതി ഹറമഹാ വലഹു കുല്ലു ഷൈഇൻ വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഓർമ്മപ്പെടുത്തുക, ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദ. ഇന്നമാ ഉമിർതു, നിശ്ചയമായിട്ടും എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ കൽപ്പിക്കപ്പെട്ടത്? ഒരു കാര്യം മാത്രം. എന്താ കൽപ്പിക്കപ്പെട്ടതെന്ന് അറിയോ? അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദ, ഈ ബൽദത്തിന്റെ, ഈ നാടിന്റെ, ഈ പവിത്രമാക്കി തീർത്തിട്ടുള്ള, അല്ലദീ ഹറമഹ എന്ന് പറഞ്ഞേ, ഈ പവിത്രമാക്കി തീർത്തിട്ടുള്ള ഈ രാജ്യത്തിന്റെ രക്ഷിതാവിനെ ആരാധിക്കുവാന് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആരെ ആരാധിക്കണ്ടേ? പവിത്രമായ രാജ്യമേതാ? മക്കയാണ്. പവിത്രമായ നാടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത് മക്കയെ കുറിച്ച്. അപ്പൊ ആ മക്കയുടെ റബ്ബാരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ റബ്ബിനെ മാത്രമായിട്ട് നിങ്ങൾ ആരാധിക്കണം, പ്രാർത്ഥിക്കണം എന്ന് പറയും നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, വലഹു കുല്ലു ഷൈഇൻ വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ, എല്ലാ വസ്തു അവൻ്റെതാണ്. എല്ലാത്തിൻ്റെയും പരിപൂർണമായ അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം. അതുകൊണ്ട് അവന്, അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിലാകുകയും ചെയ്യണമെന്ന് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥനയും ആരാധന ഇവിടെ പ്രത്യേക അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് അതാണ് എടുത്തു പറഞ്ഞത്, ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. ഫല്യഅ്ബുദൂ, നിങ്ങൾ ആരാധിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. ആരാധനയുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു ആർക്ക് മാത്രമാക്കണം? ഈ ഒരു ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിൻ്റെ റബ്ബിനാക്കണം. അപ്പുറത്ത് വേറെ കുറേ അല്ലല്ലാത്തവർ വിളിച്ച് ആരാധിക്കുന്നതായിട്ടുള്ള ലാത്തനിയും ഉസ്സനിയും മനാത്തനിയും ദുൽഖലസക്കും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട്, അതുപോലെ കുല്ലൈസ് പോലുള്ള ഒരുപാട് അല്ലല്ലാത്തവരെ വിളിച്ച് ആരാധിക്കുന്ന കുറേ കേന്ദ്രങ്ങൾ വേറെയുണ്ട്. അതിൻ്റെ ഒന്നും റബ്ബിലെ അല്ലെങ്കിൽ അവിടെ ഉള്ളവരോടോ അല്ല നിങ്ങളുടെ പ്രാർത്ഥനയും ആരാധനയും ഉണ്ടാവേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മക്കത്ത് ഇങ്ങനെ മറ്റുള്ളതിനെ ആരാധിക്കുന്നവർ മാത്രമല്ല ഉണ്ടായിരുന്നു കേട്ടോ, ചുരുക്കം ചിലരുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിച്ചിരുന്നവർ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പഠിപ്പിച്ചിട്ടുള്ള മാർഗം ഹനീഫിയത്ത് എന്ന് പറയും. എന്താണ് ഹനീഫിയത്ത്? ശ്രദ്ധിക്കില്ലേ? ഹനീഫിയത്ത്, ഹനീഫ പേര് കേട്ടിട്ടുണ്ടാവും, ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്താ ഈ ഹനീഫിയത്ത് പറഞ്ഞാൽ? ഋജുമനസ്കത എന്ന് പറയും മലയാളത്തിൽ. ഋജുമനസ്കത. എന്താ ഋജുമനസ്കത? അല്ലേ, നമ്മൾ വജ്ജഹ്തു വജ്ഹി ലില്ലദീ ഫത്രസ് സമാവാതി വൽ അർള ഹനീഫം മുസ്ലിമ. അല്ലേ, എന്താ ഹനീഫം മുസ്ലിമ? ഋജുമനസ്കനായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായി കീഴ്പ്പെട്ടവനായിക്കൊണ്ട് അത് പറയണേ. എന്താ ഋജുമനസ്കം എന്ന? ശുദ്ധ മനസ്കത.
എന്താ ശുദ്ധ മനസ്കത പറഞ്ഞ? ശുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു വെള്ളം ശുദ്ധമാണെന്ന് പറയപ്പോഴാ അതിൽ വേസ്റ്റോ സാധനമുള്ളതോ ഒന്നൊന്നും കൂടി കലരാത്തപ്പോഴാണ് അല്ലേ? നമ്മളൊരു ശുദ്ധ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറച്ച് കുറച്ച് നിങ്ങളൊരു ശുദ്ധ വെള്ളം നല്ലൊരു വെള്ളം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് പഞ്ചസാരയും കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊണ്ടുവരുമോ അല്ലേ? ശുദ്ധജലം വേണം എന്ന്, കുറച്ച് നല്ല വെള്ളം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കൊണ്ടുവരിക? നല്ല കിണറ്റിൽ നിന്ന് നല്ല രൂപത്തിൽ ഇതാക്കി, ഇനി ഫിൽറ്റർ ഉണ്ടെങ്കിൽ ഫിൽറ്ററൊക്കെ ഉപയോഗിച്ച് വെള്ളമൊക്കെ കൊണ്ടുവരും അല്ലേ? അതാണ്. ഒരു രൂപത്തിലുള്ള കലർപ്പില്ല, ഒരു രൂപത്തിലുള്ള കലർപ്പില്ല. അതായത് ആരാണോ നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് നമുക്ക് വേണ്ടത് നൽകിക്കൊണ്ടിരിക്കുന്നത് അവന് മാത്രമായിട്ട് എല്ലാ ആരാധനയുടെ വശങ്ങളും നൽകുക. അതാ ഋജു മനസ്കത. അങ്ങനെയുള്ളവരുണ്ടായിരുന്നു, മക്കത്തുണ്ടായിരുന്നു. ഇപ്പറഞ്ഞ മറ്റു പലതിനെയും ആരാധിക്കുന്ന ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ആരെന്നറിയോ? വറക്കത്ത് ബിൻ നൗഫൽ. കേട്ടണോ? വറക്കത്ത് ബിൻ നൗഫൽ എന്ന് കേട്ട ആൾക്കാരുണ്ടോ? കേട്ടാണ്. ഞാൻ അത് ഇവിടുന്ന് കൂടി കിട്ടിക്കണം. കുറച്ച് ആൾക്കാർക്ക് കയ്യും പൊന്നുണ്ട്. ആരാ വറക്കത്ത് ബിൻ നൗഫൽ? ആരെ? യെസ്, ഖദീജ ബീവിൻ്റെ അമ്മാണ്. ഖദീജ ബീവിനെ അറിയില്ല? ആരാ ഖദീജ ബീവി? റസൂലുള്ളാഹിൻ്റെ ആദ്യത്തെ ഭാര്യ. റസൂലുള്ളാഹിക്ക് ആ ഒരു ഭാര്യ ഉള്ള സമയത്ത് വേറൊരു ഭാര്യ ഇല്ലട്ടോ, ആലോചിക്കണേ. ഖദീജ ബീവി ഉണ്ടായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മറ്റൊരു ഭാര്യമാരും ഇല്ല. ഇസ്ലാമിനെ വെറുതെ ആൾക്കാർ അതൊന്നും പറഞ്ഞ് ഉണ്ടാക്കുന്ന ആൾക്കാർ ശരിക്കും ആലോചിക്കേണ്ട കാര്യമാണ്. 25 വയസ്സാകുമ്പോഴാണ് റസൂലുള്ളാഹിൻ്റെ വിവാഹം നടക്കണേ അല്ലേ? 40ാമത്തെ വയസ്സിലാണ് നുബുവത്ത് കിട്ടണേ. 40 വയസ്സും കഴിഞ്ഞ് നുബുവത്തിൻ്റെ 10ാമത്തെ വർഷമാണ് ഖദീജ ബീവി മരണപ്പെടുന്നത്. അപ്പം എത്ര വയസ്സായി റസൂലുള്ളാഹിക്ക്? എത്ര വയസ്സായി? കൂട്ടി വയ്ക്കി. 40ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടി. നുബുവത്ത് കിട്ടിയിട്ട് 10 കൊല്ലം കഴിഞ്ഞ ശേഷമാണ് ഖദീജ ബീവി മരണപ്പെടുന്നത്. അപ്പം എത്ര വയസ്സായി? 50 വയസ്സ്. 50 വയസ്സിൽ പിന്നീടുള്ള വിവാഹങ്ങളൊക്കെ റസൂലുള്ളാഹിക്ക് കുറേ ആൾക്കാരെ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിച്ചതല്ല, ആണോ? അല്ല. പിന്നീടുള്ള വിവാഹം കഴിച്ചതൊക്കെ ആയിഷ ബീവി ഒഴികെ ബാക്കിയൊക്കെയും തന്നെ വിധവകളായിരുന്നു. അപ്പോൾ അവരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു കൊടുത്തതാണ്. ഒരുപാട് മക്കളുള്ള ആൾക്കാർ, പല മക്കളുള്ള ആൾക്കാരെ ഏൽപ്പിച്ചു കൊടുത്ത അള്ളാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി എല്ലാവരോടും ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയത് മാത്രം. അപ്പം ഖദീജ ബീവിൻ്റെ അമ്മാണ് ആര്? വറക്കത്ത് ബിനു നൗഫൽ. ഖദീജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ വെച്ചിട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാമിയൊക്കെ കണ്ട് പേടിച്ചിങ്ങനെ വരുന്നുണ്ട്. നമ്മൾ ശരിക്കും ആലോചിക്കണം കേട്ടോ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു മലൻ്റെ മുകളിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും ഉണ്ടാവും അതിൻ്റെ വൈക്കലൊക്കെ കുറേ വെളിച്ചും കാര്യങ്ങളൊക്കെ അല്ലേ? എവിടെയെങ്കിലൊക്കെ കത്തുന്ന ഒരു വെളിച്ചത്തിൻ്റെ തന്നെങ്കിലും ഉണ്ടാവും. നല്ല പെട്രോമാക്സ് ലൈറ്റോ കാര്യങ്ങളോ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അന്നത്തെ കാലത്ത് അങ്ങനൊന്നുമില്ല. കൂറ്റിരുട്ട് എന്ന് പറയുന്ന പോലെയുള്ള ഇരുട്ടാണ്. അങ്ങനെയുള്ളൊരു രാത്രിയിലാണ് എന്ത് ചെയ്യുന്നത്? ജിബ്രീൽ അലൈഹി ഇസ്ലാം കടന്നു വരുന്നത്. ഇഖ്റ എന്ന് പറയണേ. ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഒന്നും അറിയില്ല. മാ അന ബിഖാരിഇൻ, എനിക്ക് വായിക്കാനറിയില്ല. പഠിച്ചിക്കണോ റസൂലുള്ളാഹി? എഴുത്തും വായനയും പഠിച്ചിട്ടില്ല എന്നുള്ളത് റസൂലുള്ളാഹിൻ്റെ കുറവാണോ? ആണോ? ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ ഇപ്പോൾ റസൂലുള്ളാഹി നമുക്ക് താത്തിയൊക്കെ, കാരണം റസൂലാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ റസൂലുള്ളാഹി എഴുത്തും വായനയും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസമില്ലല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹി എഴുത്തും വായനയും അറിയും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, മുഅ്ജിസത്താണത്. എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് ഇന്നും ശാസ്ത്രം പോലും അത്ഭുതത്തോടു കൂടി കാണുന്നതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ കൃത്യമായിട്ട് അന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിലേക്ക് വരാം. നമ്മൾ വിഷയം ഇങ്ങനെ നീണ്ട് ഇങ്ങനെ പോകും. നമുക്ക് തിരിച്ചു കൊണ്ട് വരാം. അപ്പോൾ വറക്കത്ത് ബിൻ നൗഫൽ എൻ്റെ അടുക്കലേക്ക് കൊണ്ട് ചെല്ലുകയാണ്. കാരണം വറക്കത്ത് ബിൻ നൗഫൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ വേദങ്ങൾ നല്ല അറിവുള്ള ആളാണ്. മുൻ വേദഗ്രന്ഥങ്ങളിൽ നല്ല അറിവുള്ള ആളാണ്. അന്ന് ഏറ്റവും നല്ല അറിവുള്ള വേദ പണ്ഡിതനായിരുന്നു ആര്? വറക്കത്ത് ബിൻ നൗഫൽ. അപ്പോൾ വറക്കത്ത് ബിൻ നൗഫൽ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വറക്കത്ത് ബിൻ നൗഫലിൻ്റെ അടുക്കിലേക്ക് വന്ന്, അപ്പോൾ നിങ്ങളെടുത്ത് വന്നിട്ടുള്ള മാലാക അത് മുമ്പുള്ളവരുടെ അടുക്കലും വന്ന മാലാക തന്നെയാണ്, നിങ്ങളൊരു പ്രവാചകനാണ്
നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് ഞാനൊരു യുവാവായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു സൗകര്യം നൽകുമായിരുന്നു എന്ന് പറയുന്ന രംഗമുണ്ട്. അപ്പം എന്താ സംഭവം? ബർക്കത്തുൻ നൗഫൽ ശരിക്ക് ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു ആശയത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ബർക്കത്തുൻ നൗഫലിനെ സ്വർഗത്തിൽ 2 കൊട്ടാരം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ബർക്കത്തുൻ നൗഫൽ എവിടെയാണ്? സ്വർഗത്തിലാണ്. ബർക്കത്തുൻ നൗഫൽ ആ ഹനീഫിയത്തിൽ ജീവിച്ച ആളാണ്, അല്ലാത്ത മറ്റൊന്നിനെയും ആരാധിക്കാത്ത. അതുപോലെ തന്നെ സെയ്ദ് ബിൻ അംർ ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനിക്കുന്നതിനൊക്കെ മുമ്പ് മരണപ്പെട്ട ആളാണ്, നുബുവത്തിൻ്റെ ഒക്കെ മുമ്പ് മരണപ്പെട്ട ആളാണ്. അതായത് നമുക്ക് സഈദ് ബിൻ സയ്യിദ് എന്ന് പറയുന്ന ഒരു സ്വഹാബിയെക്കുറിച്ച് നമുക്കറിയാം. സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പയാണ്. സയ്യിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് ഉപ്പ സെയ്ദ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനൊരു പ്രവാചകൻ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള രൂപത്തിലുള്ള സംസാരങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നുബുവത്ത് കിട്ടി റസൂലുള്ള ആണെന്ന് അറിഞ്ഞോട് പോയിട്ട് വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിലൊന്ന് നമിക്ക്, ഒന്ന് തലോടെ ഒന്നും ചെയ്യാത്ത ആളായിരുന്നാര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ചരിത്രം ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവരും ആ കാലഘട്ടത്തിലുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വം കിട്ടുന്ന കാലഘട്ടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുന്ന, ഒരുപാട് തിന്മകൾ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ആ തിന്മകളിൽ നിന്ന് മാറി നിന്ന് നന്മകൾ ചെയ്യുന്ന ആളുകളുണ്ട്. നന്മകൾ ചെയ്യുന്ന ആൾക്കാർ ഇതിൻ്റെ അപ്പുറം ഉണ്ട് കേട്ടോ. അബ്ദുല്ലാഹിബ്നു ജുദ്ആനെ പോലുള്ള, ഹാത്തിമു തായിയെ പോലുള്ള കുറേ ആൾക്കാരുണ്ട്. അങ്ങേയറ്റം ധർമ്മം ചെയ്ത ആൾക്കാരാണ്, പക്ഷെ അവർക്ക് ഉപകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങേയറ്റം ധർമ്മം ചെയ്ത ആൾക്കാർ. കാരണം യഥാർത്ഥ ഇസ്ലാമിന് അവർ ധർമ്മം ചെയ്തത് പ്രധാനമായിട്ടും മറ്റുള്ളവരെ കാണിക്കാനാണ്. നമ്മൾ കഴിഞ്ഞ സൂറത്ത് വിശദീകരിക്കുന്നിടത്ത് നമ്മൾ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് നമ്മൾ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വം കിട്ടുന്ന കാലഘട്ടത്തിലും, അല്ലെങ്കിൽ അങ്ങേയറ്റം ശിർക്ക് അല്ലാത്തവരെ വിളിച്ച് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ആ കാലഘട്ടത്തിലും ആരാണോ യഥാർത്ഥ റബ്ബ്, ആ റബ്ബിനെ അറിഞ്ഞ് മനസ്സിലാക്കി, കാരണം ഇതൊന്നൊരു ശരിയില്ലല്ലോ എന്നുള്ള അതിൻ്റെ യുക്തി കൊണ്ട് തന്നെ മനസ്സിലാക്കിയിട്ട് ആ റബ്ബിനെ മാത്രം പ്രാർത്ഥിച്ചിരുന്ന ആരാധിച്ചിരുന്ന ആളുകളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ആയത്തും കൂടി മനസ്സിലാക്കി ചേർത്ത് വെക്കുക. ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. അർത്ഥം എന്താണ്? ഫല്യഅ്ബുദൂ, അവർ ആരാധിച്ചു കൊള്ളട്ടെ, റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിൻ്റെ റബ്ബിനെ, ഈ ഭവനത്തിൻ്റെ രക്ഷിതാവിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ. അന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ. ഇതിന് വീണ്ടും ആ അള്ളാഹിനെ കുറിച്ച് വീണ്ടും ഓർമ്മപ്പെടുത്തുക, ആ റബ്ബിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുക, ആ റബ്ബ് ചെയ്ത അനുഗ്രഹത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുക. എങ്ങനെയുള്ളതാ? അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. അല്ലദീ ഒരുവനാണ്. എങ്ങനെയുള്ളവനാണ്? അതാണ് അല്ലദീ എന്ന് പറഞ്ഞാൽ. അല്ലദീന എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടരായി മാറി. അല്ലദീ പറഞ്ഞാൽ ഒരുവൻ. അപ്പം അല്ലദീ എങ്ങനെയുള്ളവനാണ് അവന്? അത്അമഹും. ത്വആമ പറഞ്ഞാൽ എന്താ? ഭക്ഷണം. അത്വഅമ എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണം നൽകലാണ്. അത്വഅമ. അത്വഅമഹും, അവർക്ക് ഭക്ഷണം നൽകിയവനാണ്. ആർക്ക്? പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശം ആരെ കുറിച്ചാണ്? ഖുറൈശികളെ കുറിച്ചാണ്. കാരണം ഖുറൈശാണ് ഇവിടെ. ഖുറൈശികൾക്ക്, ആ മക്കത്തുള്ളവർക്ക് ഭക്ഷണം നൽകിയവനാണ്. എന്തിന്? മിൻ ജൂ, വിശപ്പിന് പകരം. വിശപ്പിന് ഭക്ഷണം നൽകിയവനാണ് അവന്. മാത്രല്ല വആമനഹും മിൻ ഖൗഫ്. ആമന എന്ന് പറഞ്ഞാൽ എന്തുണ്ട് അർത്ഥമുണ്ട്? നിർഭയത്വം നൽകുക. ആമന പറഞ്ഞാൽ വേറെ അർത്ഥമുണ്ട്. എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയണം ആമന ഉണ്ട്. ഏതാ ആമന? ആമനു ആമിലു സ്വാലിഹാത്തി അല്ലേ മുഅ്മിന്. എന്താ ആമൻ എന്ന് പറഞ്ഞാൽ? വിശ്വസിക്കുക. വിശ്വസിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. നമുക്കിതിലേക്ക് എങ്ങനെയാന്നുള്ളതൊക്കെ പിന്നെ സാവധാനം പഠിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആമന, നിർഭയത്വം നൽകുകയും ചെയ്തിട്ടുണ്ട് അവർക്ക്. മിൻ ഖൗഫ്, ഭയത്തിന്. അപ്പോൾ ആ റബ്ബിനെ കുറിച്ച് പ്രത്യേകം, അതായത് ഒരുപാട് അനുഗ്രഹങ്ങൾ ആ റബ്ബ് അവർക്ക് നൽകിയിട്ടുണ്ട്. അതിനൊന്നും അവർ നന്ദി കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ പറയുന്ന 2 അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദി കാണിക്കന്നെ വേണം. അതാണ് അവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഖുറൈശികൾക്ക് അത് ഒരുപാട് അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. ആ അനുഗ്രഹത്തിന് അവർ നന്ദി കാണിച്ചിട്ടില്ലെങ്കിലും ഇനി പറയുന്ന ഈ 2 അനുഗ്രഹത്തിന് അവർ നന്ദി കാണിക്കന്നെ വേണം. കാരണം അത്രയും വലിയ അനുഗ്രഹം. ഏത്? അത്അമഹും മിൻ ജൂ വആമനഹും മിൻ ഖൗഫ്. ഭയം, വിശപ്പ്. പ്രശ്നമല്ലേ? ഭയവും വിശപ്പും ഭയം എന്ന് പറഞ്ഞ പ്രശ്നമല്ലേ? ആലോചിച്ച് നോക്കി.
നമ്മളെ അട്ടപ്പാടിയിലൊക്കെ മരണപ്പെട്ട ഒരു ആദിവാസി യുവാവിൻ്റെ കഥ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? കട്ടെടുത്തു എന്നതിൻ്റെ പേരിൽ മധു അല്ലേ? പേരല്ലേ? ആലോചിക്കാൻ എന്താണ് ആ ഒരു കളവിലേക്ക് എത്തിച്ചത്? എന്താ? വിശപ്പ് പ്രശ്നമാണ്. മനുഷ്യനെ സംബന്ധിച്ചിട്ട് വിശപ്പ് പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലൂടെ മിന്നിത്തെളിയുന്ന ഒരുപാട് മുഖങ്ങളുണ്ട്. ഐലൻ കുർദി പോട്ടെ അല്ലേ? മനസ്സിലായോ? ഏതാ? വിശപ്പ് പറയുമ്പോൾ വിശപ്പിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവർ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുണ്ട്. ഗസ, ഫലസ്തീൻ, അങ്ങനെയുള്ള ഒരുപാട് ഏരിയകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തി സമാധാനം പ്രദാനം ചെയ്യുന്നതാകട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട അതാര് തന്നെയാലും ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ ഒരു വിശ്വാസം ഇല്ലാത്തവനെന്നോ അല്ലെങ്കിൽ ആ ദൈവത്തെ തന്നെ നിഷേധിക്കുന്നവനെന്നോ ഒന്നുമില്ല. അവർക്കൊക്കെ വിശപ്പ് മാറണം, എല്ലാവരും ആഗ്രഹത. അതുകൊണ്ടാണ് അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറ് നിറച്ചുണ്ടുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അയൽവാസിൻ്റെ മതം നോക്കാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? ഇല്ല. അയൽവാസിയാണോ കൊടുക്കണം. റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ തന്നെ അവസാനം ആ വിളക്കിൽ എണ്ണ ഉണ്ടായതും ചെറിയ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടായതൊക്കെ എന്തുകൊണ്ടാണ്? തൊട്ടപ്പുറത്തുള്ള ജൂതൻ അവരുടെ വീട്ടിൽ നിന്ന് കടം വാങ്ങിയതൊക്കെയാണ്, പണയത്തിനെടുത്തൊക്കെയാണ്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട വിശപ്പെന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിട്ട് ഭക്ഷണം കിട്ടാതിരിക്കുക അല്ലേ? ഖുറൈശികളുടെ അവസ്ഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇഅ്തിറാഫിനെ കുറിച്ച്. അല്ല, എന്തായിരുന്നു ഇഅ്തിറാഫ്? ഭക്ഷണം ഇല്ല എന്നുണ്ടെങ്കിൽ കുടുംബത്തോട് കൂടിയിട്ട് എങ്ങോട്ട് പോവും? മരുഭൂമി പോവും, ടെൻ്റ് കെട്ടിക്കുത്തിർക്കും. എന്നിട്ടോ അവിടെ മരിച്ചു വീഴും. ഇതായിരുന്നു മക്കത്ത് ഖുറൈശികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രയാസം. ആലോചിക്കുകയാണ്. വിശന്നിട്ട് നമ്മളൊന്നും അൽഹംദുലില്ലാഹ് അങ്ങോട്ട് എത്തിയിട്ടില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനോട് എത്ര തന്നെ നന്ദി പറഞ്ഞാലും നമുക്ക് തീരൂല. അപ്പോൾ വിശന്നിട്ട് ആ ഒരു വിശപ്പ് മാറ്റാനുള്ള സാഹചര്യം ഇല്ലാതെ, പട്ടിണി മാറ്റാനുള്ള സാഹചര്യം ഇല്ലാതെ മരുഭൂമിയിൽ ചെന്ന് കുടുംബത്തോടു കൂടി മരണപ്പെട്ടിരുന്ന അവസ്ഥ ആർക്കുണ്ടായിരുന്നു? ഖുറൈശികൾക്കുണ്ടായിരുന്നു. അവിടേക്കാണ് ഹാഷിം ആരാ? ഹാഷിം ഇബ്നു അബ്ദുമനാഫിൻ്റെ മകൻ അല്ലേ? ഹാഷിം ആരായിരുന്നു? ഹാഷിം എന്തായിരുന്നു നമ്മൾ ചെയ്ത് ഓർമ്മല്ലേ? എന്താ ചെയ്ത്? ഹഷമ എന്നുള്ള വാക്കെന്നെ പേര് ചുരുക്കി അമ്രാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹിൻ്റെ പൂർവ്വപിതാക്കളിൽ പെട്ടതാ. ആ ഹാഷിം ചെയ്തത് എന്തായിരുന്നു? റൊട്ടി സാധനങ്ങൾ വാങ്ങിയിട്ട് എന്ത് ചെയ്യും? പാവപ്പെട്ടവർക്ക് മുറിച്ച് വിതരണം ചെയ്യും അല്ലേ? അവിടെ മാത്രമല്ല, അബ്ദുൽ മുത്തലിബിനെ കുറിച്ച് പറയുന്നത്, ചരിത്രത്തിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മലമുകളിൽ ചെന്നിട്ട് പക്ഷികൾക്കും മറ്റ് മൃഗാദികൾക്കും ജീവജാലങ്ങൾക്കൊക്കെ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു എന്നാണ്. അങ്ങേയറ്റം ധർമ്മിഷ്ഠനായിരുന്നു എന്നാണ് ഹാഷിം. ശരിക്ക് അബ്ദുൽ മുത്തലിബിന്റെ ശരിക്ക് പേരെന്താ പറയാ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചെറിയ രൂപത്തിൽ സൂചന തന്ന് നിർത്തിയതായിരുന്നു. അബ്ദുൽ മുത്തലിബിന്റെ ശരിക്കുള്ള പേരെന്താ? അബ്ദുൽ മുത്തലിബ് എന്നുള്ളതിന്റെ അർത്ഥം എന്താ? മുത്തലിബിന്റെ അടിമ എന്നാണ്. മുത്തലിബിന്റെ അടിമ. ആരാ മുത്തലിബ്? ഹാഷിമിന്റെ സഹോദരനാ. ആ മുത്തലിബിന്റെ അടിമാവോ? ഹാഷിമിന്റെ സഹോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതൃവ്യനാണ് യഥാർത്ഥത്തിൽ അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ചിട്ട്. മുത്തലിബ് പിതൃവ്യനാണ്. നമ്മളെ എളാപ്പ മൂത്താപ്പ എന്നറിയില്ലേ? അതേ സ്ഥാനാണ് മുത്തലിബിന് യഥാർത്ഥത്തിൽ അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ചിട്ടുള്ളത്. അപ്പൊ അബ്ദുൽ മുത്തലിബ് ആവുമോ? ഇപ്പൊ എൻ്റെ എളാപ്പലേക്ക് ചേർത്ത് കണ്ട് എന്നെ അടിമയെന്ന് പറയോ? അപ്പൊ പിന്നെ എന്തുകൊണ്ട് പറഞ്ഞേ? എൻ്റെ എളാപ്പൻ്റെ പേരിലേക്ക് ചേർത്താണ്ട് ഒരു അബ്ദ് ചേർത്താണ്ട പേര് ഒരിക്കലും പറയില്ല, നമ്മൾ പറയൂല. ഒരിക്കലും ഒരു എളാപ്പൻ്റെ മൂത്താപ്പൻ്റെ അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ മകനെ ആ എളാപ്പയിലേക്ക് മൂത്താപ്പയിലേക്ക് ഒരു അടിമയായിട്ട് ഒരിക്കലും പറയില്ലല്ലോ. അപ്പം എന്തുകൊണ്ടാണ് പറഞ്ഞേ? ഒരു വലിയ ചരിത്രമുണ്ട്. ചുരുക്കി മാത്രം പറയാം. നമ്മൾ സാന്ദർഭികം ചെറിയ രൂപത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാഷിം കച്ചവടവുമായി ബന്ധപ്പെട്ട്, ഹാഷിമിൻ്റെ മകനാണ് ആര്? അബ്ദുൽ മുത്തലിബ്. ഹാഷിം കച്ചവടവുമായി ബന്ധപ്പെട്ട് സിറിയയിലേക്കും ഇങ്ങനെയുള്ള പലയിടങ്ങളിലേക്കും പോകാറുണ്ട് നമ്മൾ പറഞ്ഞു. അങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ മദീനയിൽ കൂടിയാണ് പോവുക. അങ്ങനെ മദീനയിൽ വെച്ചിട്ട് അവിടെ ഉള്ളൊരു സ്ത്രീ വിവാഹം കഴിക്കുന്നുണ്ട്. ആ സ്ത്രീയിൽ ഉണ്ടായ കുഞ്ഞാണ് അബ്ദുൽ മുത്തലിബ്. പേര്
ഷെയ്ബ. എന്താണ്? ഷെയ്ബ. അബ്ദുൽ മുത്തലിബിൻ്റെ ശരിക്കുള്ള പേരാണ് ഷെയ്ബ. ഷെയ്ബ പറഞ്ഞാൽ എന്താ പറയുക ശരിക്കും? ഷെയ്ബ ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട് ആ വാക്ക്. ഷെയ്ബ എന്നുള്ള വാക്ക് എന്താ? ഷെയ്ബ അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ പിന്നെ ആരും പേരിടാൻ ചാൻസ് കുറവാട്ടെ. കാരണം നമ്മൾ ആരും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. എന്നാൽ എല്ലാവർക്കും വരും ചെയ്യും. സംഭവം ആഗ്രഹിക്കില്ല, എന്നാൽ എന്ത് ചെയ്യും? വരും ചെയ്യും. അപ്പം എന്താ ഷെയ്ബ? പക്ഷെ അത് ആയുസ് ഉണ്ടെങ്കിൽ കിട്ടും, വരും. നര അല്ലേ? മുടിങ്ങനെ വെളുത്തിങ്ങനെ കഴിഞ്ഞാലാണ് നമ്മളിങ്ങനെ അല്ലേ ഇതാക്കുക. കഴിയണ അത്ര ചിലരൊക്കെ എന്താ വെച്ചാൽ പറിച്ച് ഒഴിവാക്കാൻ വരെ ചിലപ്പോൾ നോക്കും. ഇല്ലേ കുറച്ച് ഒന്നുമില്ലേ മൈലാജ് ഒക്കെ സുന്നത്താണ് കേട്ടോ, എതിർക്കാൻ പറ്റൂല. കറപ്പിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. പക്ഷേ ഇതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ചെറിയൊരു ഷെയ്ബ, ചെറിയൊരു നേരം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പം ഈ നേര കണ്ടപ്പോൾ ഇട്ട പേരാണെന്ത്? ഷെയ്ബാന്ന്. പിറന്ന് വീഴുന്ന സമയത്ത് കേട്ടോ, ചെറുപ്പത്തിൽ തന്നെ എന്തുണ്ട്? ചെറിയ നേരമുണ്ട്. അങ്ങനെ പേര് കിട്ടി ഷെയ്ബാന്ന്. പിന്നീടുള്ള യാത്രയിലാണ് ഗസയിൽ വെച്ചിട്ട് ഹാഷിം മരണപ്പെടുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാഷിം മരണപ്പെട്ടു. സ്വാഭാവികമായിട്ടും മക്കയിലാണ് യഥാർത്ഥ അവരുടെ നാട്, മക്കയാണല്ലോ. ഹാഷിമിൻ്റെ സഹോദരനായിട്ടുള്ള മുത്തലിബ് ഇങ്ങനൊരു സംഭവം അറിഞ്ഞു. ഇങ്ങനെ മദീനയിലെ ഒരു കുട്ടി പറന്നിട്ടുണ്ട് എന്ന രൂപത്തിൽ അറിഞ്ഞു. അങ്ങനെ നേരെ ചെന്നു, മദീനയിൽ ചെന്നു, കുട്ടിയെ കണ്ടു. കുട്ടിയെ കണ്ട സാഹചര്യത്തിൽ മനസ്സിലായി ഇത്. കാരണം അബ്ദുൽ മുത്തലിബിന് വാപ്പാക്കുണ്ടായിരുന്ന, ഹാഷിമിനുണ്ടായിരുന്ന സ്വഭാവങ്ങളൊക്കെ ഏകദേശം ഉണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിലരെ കുറിച്ചൊക്കെ പറയല്ലോ, വാപ്പൻ്റെ അതേ മകനാണെന്ന് അറിയല്ലോ അല്ലേ? വാപ്പ അത്രയും ധർമ്മിഷ്ഠനായിരുന്നു. അതേമാതിരിയുള്ള സ്വഭാവങ്ങളൊക്കെ മകനുണ്ട്. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്, മക്കത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ സാധാരണഗതിയിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അടിമ കച്ചവടം. അപ്പം ഇങ്ങനെ യാത്രക്കൊക്കെ പോയി കഴിഞ്ഞാൽ പലരും എന്ത് ചെയ്യും? എവിടുന്നെങ്കിലൊക്കെ അടിമയെ കൊണ്ടുവരും. അടിമനെ വിലക്ക് വാങ്ങിയിട്ട് കൊണ്ടുവരും. അപ്പോൾ മുത്തലിബ് ഇങ്ങനെ വരുമ്പോൾ മുത്തലിബിൻ്റെ കയ്യിലൊരു കുട്ടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് മക്കാരൊക്കെ വിചാരിച്ചെന്താണ്? മുത്തലിബ് യാത്രയൊക്കെ ചെയ്ത് ഒരു അടിമനെ വാങ്ങി ഇങ്ങനെ വരികയാണെന്നാണ്. അപ്പം നേരെ എല്ലാവരും വിളിച്ച്, എന്താ പേര്? അബ്ദുൽ മുത്തലിബ്. അങ്ങനെ വന്ന പേര് അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന് പിന്നെ അബ്ദുൽ മുത്തലിബ് കുറേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് അതല്ല എന്നൊക്കെ. പക്ഷേ ആൾക്കാർ മാറ്റം റെഡി അല്ല എന്നല്ല. കാരണം കിട്ടിയ പേര് പിന്നെ അങ്ങനെയാണ്. വേറെ 8 പേര് മറന്നാലും കിട്ടിയ പേര് മറക്കാൻ ചാൻസ് കുറവാണ് അല്ലേ? നമ്മൾ പലരെ കുറിച്ച് അങ്ങനെയാണ്. ചില ആൾക്കാരെ കുറിച്ച് ചില നാട്ടിൽ വെച്ച് എന്നിട്ട് ഓരോ പേര് ചോദിച്ചാൽ ചിലപ്പോൾ തിരിച്ചറിയില്ല. ഓൾക്ക് നാട്ടുകാർ വിളിക്കുന്ന ചില പേരുണ്ടാവും, അല്ല ബാവുന്നോ അല്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരുണ്ടാവും. ആ പേര് ചോദിച്ചാൽ എന്താ ബാവുന്ന് മിക്കവാറും സ്വന്തം പേരിട്ട പേരാവാൻ ചാൻസ് ഇല്ല അല്ലേ? പക്ഷേ ആ ബാവുന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുള്ളൂ? ആളെ തിരിച്ചറിയുള്ളൂ. അതേമാതിരിയാണ് എന്ത്? അബ്ദുൽ മുത്തലിബിൻ്റെ ശരിക്ക് പേരെന്താ? ഷെയ്ബയാണ്. ആ ഷെയ്ബ പിന്നീട് മുത്തലിബ് ഇങ്ങനെ മദീനത്തുനിന്ന് കയ്യിലൊരു കുട്ടിയും കൊണ്ടിങ്ങനെ വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചെന്ത്? ഇത് മുത്തലിബ് ഒരു അടിമച്ചന്തയിൽ നിന്ന് ഒരു അടിമക്കുട്ടിയും വാങ്ങിയിട്ട് വരികയാണെന്ന്. അങ്ങനെ നേരെ അബ്ദുൽ മുത്തലിബ് എന്ന് വിളിക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെയാണ് അബ്ദുൽ മുത്തലിബ് ആയത്. ഷെയ്ബ അബ്ദുൽ മുത്തലിബ് ആവുന്നത് അങ്ങനെയാണ്. എന്നാൽ ഈ അബ്ദുൽ മുത്തലിബിനെ കുറിച്ച് പറയുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും ഫയ്യാദാണ്. അതായത് ഒരു വെള്ളം കോരിച്ചൊരിയുമ്പോൾ നിൽക്കുമോ? ഇല്ലല്ലോ. ഒരു പാത്രത്തിൽ നിറയെ വെള്ളമുണ്ട്, അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവുക? അതങ്ങനെ ഒഴുകി പോകും തീർന്ന വരെ എന്ന് പറഞ്ഞ മാതിരി അല്ലേ? അതേപോലെ ധർമ്മം ചെയ്യുന്ന ആളായിരുന്നു അബ്ദുൽ മുത്തലിബ്. അതുപോലെ ധർമ്മം ചെയ്യുന്ന ആളായിരുന്നു അബ്ദുൽ മുത്തലിബ്. ജീവജാലങ്ങൾ, ജീവനുള്ള ഏതൊന്നിനും അവർക്ക് പോലും ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹിച്ചിട്ട് മലമുകളിൽ ചെന്നിട്ട് ഭക്ഷണങ്ങൾ കൊണ്ടുവച്ച് കൊടുത്തിരുന്ന ആളായിരുന്നു അബ്ദുൽ മുത്തലിബ്. അപ്പം അത്രയും ധർമ്മം ചെയ്യുന്നവരായിട്ടുള്ള ആളുകളായി മാറുന്നതിലേക്ക് എന്ത് ചെയ്തു? പട്ടിണിയും പരിവട്ടത്തിൽ നിന്ന് ഇതിലേക്ക് എത്തി. ആരാ തൗഫീഖ്? റബ്ബിൻ്റെ തൗഫീഖ്. ആ ഹാഷിമിന് ആ രൂപത്തിലേക്ക് ചിന്ത വന്നുകൊണ്ടാ. എന്നുവെച്ചാൽ അതെല്ലാവരും ഒന്ന് എണീറ്റ്. ഇനി ചെറിയൊരു കാര്യം, നമ്മളിപ്പോൾ ഇത് ഫുള്ള് പറഞ്ഞല്ലേ, ബാക്കി നമുക്ക് വിശദീകരിക്കുക. പ്രധാനപ്പെട്ട ചില കാര്യം കൂടി പറയാനുണ്ട്. അപ്പം അതിന് മുമ്പ് ചെറിയൊരു കാര്യം, നമ്മൾ ഇത്രയും പഠിച്ച് പ്രയാസമുള്ളവരെ എണീക്കരുത് കേട്ടോ. ഓർക്കിരിക്കുക. അവരോട് ആ ഒരു നിർദ്ദേശം താൽക്കാലികമായിട്ട് അവർക്ക് ബാധകമല്ല. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പഠിച്ച ആയത്തുകൾ നിങ്ങളെ മുമ്പിലും ആദ്യം വലതുഭാഗത്തും ഇടതുഭാഗത്തും പിന്നെ ബാക്കിലൊക്കെ ഉള്ള ആൾക്കാരോടൊന്ന് ചോദിച്ചു നോക്കി. ഇരുന്നിട്ട് ചോദിച്ചാൽ മതി. എല്ലാവരും ഇരുന്ന് ഇരുന്നോളെ. ഒരു 5 മിനിറ്റ് തരാം, അല്ലെങ്കിൽ 5 മിനിറ്റ് 1-2 മിനിറ്റ് തരാം ഇൻഷാ അല്ലാഹ്. ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത അശ്ശിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്.
ഈ ആയത്തുകളുടെ അർത്ഥം ഒരായത്ത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, അർത്ഥം ഒരുങ്ങിട്ട് പറഞ്ഞു നോട്ടെ. ഒന്ന് നോക്കി ചോദിക്കല് നടക്കട്ടെ. അല്ല താവനും അല്ലൽ ബിരി വത്തക്കുക എന്നാണ്. എന്താ താവനും അല്ലെ ബിരി വത്തക്കുക പറഞ്ഞ? നന്മയിലും തക്കുവയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുന്നു. നമ്മളെ സഹകരണം ഇവിടെ കൂടുതൽ ഉണ്ടാവില്ലേ അറിയോ? അപ്പുറത്തോരെങ്ങനെ അടിച്ച് താഴ്ത്തിടാം, അല്ല അടിച്ച് താഴ്ത്തിടലല്ല, പറഞ്ഞ് താഴ്ത്തിടില്ല. ചിലപ്പോൾ അല്ലേ ഇപ്പുറത്ത് ചെന്നിട്ട് മറ്റവരെ കുറിച്ച് എന്തൊക്കെ പറയാൻ കഴിയോ അതൊക്കെ പറയും, ഇപ്പുറത്ത് ചെന്നിട്ട് തിരിച്ചെന്തൊക്കെ പറയാൻ പറ്റുമോ അത് പറയും. അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം, ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഏതായാലും നന്മയിൽ ഒന്ന് പരസ്പരം കിട്ടുക, ഒന്ന് ചോദിച്ചു നോക്കി അങ്ങോട്ടും കിട്ടും. ഈലാഫി ഖുറൈശ് അർത്ഥം എന്താണെന്ന് ചോദിച്ചു നോക്കി. ചില ആൾക്കാർ ചോദിക്കുന്നു കേട്ടോ, ബറക്കല്ലാഹു ഫീക്കും. ചോദിച്ചു ചില ആൾക്കാർ അങ്ങനെ നിൽക്കുന്നുണ്ട്. മറ്റേ ഞാൻ ചോദിക്കൂ, എനിക്ക് ഇവിടുന്ന് കാണുന്നിട്ട് ആരൊക്കെ ചോദിക്കുന്നുണ്ട് ചോദിക്കാതൊക്കെ ഉണ്ട് എന്നുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കാത്തവരോട് ഞാൻ ചോദിക്കൂ. അല്ല ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ശബ്ദം പുറത്തേക്ക് വന്നോട്ടോ. ഇപ്പൊ കുറച്ചേരം നിങ്ങൾ വർത്താനം പറഞ്ഞോളി പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവൂലേ? അൽഹംദുലില്ലാ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, കുറെ ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം. അൽഹംദുലില്ലാ ചോദിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നാൽ ഞങ്ങളൊരു പ്രത്യേകതയാണ് എന്ത്, ആ ബാക്കുള്ള ആൾക്കാരെ വരെ കാണാം അല്ലേ? ശരിയല്ലേ? ഇങ്ങനെ ഒരു സ്റ്റേജ് മേലെ കയറി നിന്നാൽ മനസ്സിലാവും. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പല രൂപത്തിൽ നിർഭയത്വം നൽകിയിട്ടുണ്ട്. അതും കൂടി പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്ന് അത്വാമഹും മിൻജു വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ്. അവർക്ക് ഭക്ഷണം നൽകിയാനുണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെ അവർക്ക് കിട്ടിയെന്നുള്ളതും പട്ടിണിയിൽ നിന്ന് അവർ സുഭിക്ഷതയിലേക്ക് എത്തിയതൊക്കെ നമ്മൾ വിശദീകരിച്ചു. ഇനി അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നൽകി. ഏറ്റവും പ്രധാനപ്പെട്ട നിർഭയത്വം നൽകിയത് ഒന്ന്, അവർ ഹറം നിവാസികളായിരുന്നു എന്നുള്ളത് തന്നെ. ഹറം നിവാസികളായിരുന്നു എന്നുള്ളത് മറ്റുള്ളവർക്കിടയിൽ ഏറ്റവും വലിയ നിർഭയത്തുണ്ടായ കാര്യമാണ്. മക്കക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ സ്ഥാനവും അല്ലെങ്കിൽ അവർക്കൊരു പവിത്രതയും ഒക്കെ മറ്റുള്ളവർ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തത് നമ്മൾ അടുത്ത സൂറത്ത് വിശദീകരിക്കുമ്പോൾ പറയും, സൂറത്തുൽ ഫീൽ. സൂറത്തുൽ ഫീലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി ഒന്നുണ്ട്, ഏത് വലിയ നേതൃസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സൈന്യങ്ങളെ നശിപ്പിക്കാനും അറബികൾ കൂടിക്കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ കൂടി അബ്രഹത്തിൻ്റെ സംഘത്തെ നശിപ്പിക്കാനുള്ള കെൽപ്പ് ആർക്കില്ല? അറബികൾക്കില്ല. കാരണം അബ്രഹത്തിൻ്റെ സംഘം എന്ന് പറയുന്നത് ആനകളടക്കമുള്ള സംഘമാണ്. നമ്മളവിടെ വിശദീകരിക്കും. ആനകളടക്കമുള്ള ഏകദേശം 60,000-ഓളം വരുന്ന ആൾബലവും ആൾക്കാരുണ്ട്. അതിൻ്റെ പുറമെ ആനയും അടങ്ങുന്ന സൈന്യത്തെ തോൽപ്പിക്കാൻ അറബികളെ കൊണ്ട് കഴിയൂല. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അവരെ നശിപ്പിച്ചു. അതോട് കൂടിയിട്ട് അങ്ങനെ ഒരു നിർഭയത്വം അവർക്ക് കിട്ടി. അങ്ങനെ ഒരു നിർഭയത്വം കിട്ടി. കാരണം പിന്നെ അവരെ തൊടാൻ പേടിയാണ് മറ്റു പലർക്കും. കാരണം അള്ളാഹ് ശിക്ഷിച്ച് ഇവർ കാരണം എന്ത് ചെയ്തിട്ടുണ്ട്? ആ ജനതയെ അവരെ നശിപ്പിക്കാൻ വന്നവരെ അള്ളാഹ് ശിക്ഷിച്ചിട്ടുണ്ട്. ആ കഅബയെ പൊളിക്കാൻ വന്നവരെ എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹ് ശിക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നിർഭയത്വം അവർക്ക് അതിലൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റൊന്നായിരുന്നു, മക്കയിൽ വസിച്ചാൽ തന്നെ നിർഭയത്വമാണ് അല്ലേ? മക്കൻ്റെ ഉള്ളിൽ നിന്ന് എന്തില്ല? ജാഹിലിയ കാലഘട്ടത്തിലടക്കം സ്വന്തം പിതാവിനെ കൊന്ന ആളെ ഹറം പരിസരത്ത് വെച്ച് കണ്ടാൽ പ്രതിക്രിയ ചെയ്യൂല. അത്രയും വലിയ മഹത്വം അതിനവർ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രദേശത്തിന് തന്നെ. അപ്പം വർസുഖുഹും മിനസ് സമറാത്ത്, അതുപോലെ തന്നെ കായ്ഫലങ്ങൾ, ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അവിടെ ഒന്നും വിളയുന്നില്ല, പക്ഷേ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള കായ്ഫലങ്ങൾ ആ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കച്ചവടത്തിലൂടെ. അപ്പോൾ അങ്ങനെയുള്ള നിർഭയത്വം. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടുണ്ടായ നിർഭയത്വം, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥന, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, ഈ നാടിനെ നീ നിർഭയത്തുള്ളാക്കി മാറ്റണേ. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഇന്നും ഉണ്ട്. ആ നാട് ഇന്നും നിർഭയത്വത്തോടു കൂടിയിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊന്നാണ്, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ മറ്റു പലയിടങ്ങളിലും കൊള്ളയും കൊള്ളിവെപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും മക്കത്ത് എന്ത് ചെയ്യൂല? അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല. ഹറമിൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഉണ്ടാവില്ല. അപ്പം ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട അനുഗ്രഹമാണ്. രണ്ട് അനുഗ്രഹം കൂടിയാണ് ഇത്, അത്അമഹും മിൻ ജൂ വ ആമനഹും മിൻ ഖൗഫ്. എടുത്തു പറയുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സൂറത്തുൻ നഹ്ലിലെ 112-ാമത്തെ ആയത്തിൽ ഒരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്.
ആ ഉദാഹരണത്തിൽ പറഞ്ഞതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വദറബല്ലാഹു മസലൻ ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്നതൻ യഅതിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ. ഓർമ്മപ്പെടുത്തിയതാ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ഉപമയായിട്ട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സുരക്ഷിതത്വവും ശാന്തവുമായ രൂപത്തിലേക്ക് അവർക്ക് നൽകി, ആവശ്യമായ ഭക്ഷണം അവർക്ക് നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് തന്നെ ഇന്നും അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിലും ഏതൊരു വിശ്വാസിക്കും അവിശ്വാസിക്കും ആർക്കും നിർഭയത്വത്തോടു കൂടി ജീവിക്കാനുള്ള അവസരമുണ്ട്. ഇവിടുന്ന് ഇനി വേറെ നാട്ടിലേക്ക് ചെറുകൊണ്ട ആവശ്യമൊന്നുമില്ല. സാന്ദർഭികമായിട്ട് മാത്രം ചെറിയ സൂചന മാത്രം നൽകി തരാം. അതിൻ്റെ ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. അൽഹംദുലില്ലാഹ് നമ്മുടെ വിശ്വാസാചാരങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവസരമുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു പറയുന്ന ഒരു ഹദീസിൽ മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സുർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഖീസതു ലഹു ദുനിയ. ഹദീസിൻ്റെ അർത്ഥം കൂടി പറഞ്ഞാൽ നമുക്ക് പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. ആരെങ്കിലും ഒരാൾ പ്രഭാതത്തിലാവണം. എങ്ങനെ? ആമിനൻ ഫീ സുർബിഹി, അവൻ്റെ താമസ സ്ഥലത്ത് നിർഭയത്വത്തോടു കൂടിയിട്ട് ഒരാൾ പ്രഭാതത്തിലാവുകയാണ്. മാത്രമല്ല, വീണ്ടും ഓർമ്മപ്പെടുത്താം, മുആഫുൻ ഫീ ജസദിഹി, തൻ്റെ ശരീരത്തിന് ആരോഗ്യത്തോടു കൂടിയിട്ട് ഇൻദഹു ഖൂതു യൗമിഹി, അന്നത്തേക്കുള്ള ഭക്ഷണമുണ്ട്, അന്നത്തേക്ക് തിന്നാനുള്ള ഭക്ഷണം കയ്യിലുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അതിൽ പെടുട്ടോ. ശരിക്കും ആലോചിച്ചോളി, ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റത് ആമിനൻ ഫീ സുർബിഹി, നിർഭയത്വത്തോട് കൂടിയിട്ടല്ലേ? വീട്ടിൽ നിന്ന് എണീറ്റത് മുകളിൽ ഏതെങ്കിലും ഒരു ബോംബ് വീഴാനുണ്ടോ എന്ന് ഭയപ്പെട്ടിട്ടാണോ? അല്ലല്ലോ. അപ്പുറത്തൊരു ബോംബ് വീണതിൻ്റെ ചരിത്രം ഭയപ്പെട്ടിട്ടാണോ? അല്ലല്ലോ. ആമിനൻ ഫീ സുർബിഹി, വീട്ടിൽ നല്ല താമസ സ്ഥലത്ത് ആമിനൻ ആയിട്ട് നിർഭയത്വത്തോട് കൂടിയിട്ടാണ്. രണ്ടാമത്തത് ആരോഗ്യത്തിന് അൽഹംദുലില്ലാഹ് ഇന്ന് കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ എത്തി അല്ലേ? ഉണ്ട്, അള്ളാഹു ആഫിയത്ത് നൽകിയിട്ടുണ്ട്. അള്ളാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്, ദീന് കൃത്യമായി പഠിക്കാനൊക്കെയുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടും വേണം. ദീർഘായുസ് മാത്രം കിട്ടിയാൽ പോരെ, എന്ത് വേണം? ആഫിയത്ത് വേണം, ദീൻ പഠിക്കാനുള്ള എന്തെങ്കിലും ഉപകാരപ്പെടുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതേപോലെ തന്നെ ഇൻദഹു ഖൂതു യൗമിഹി, ഇന്നത്തേക്കുള്ള ഭക്ഷണം നമുക്ക് ഉണ്ടാവും വീട്ടിൽ അല്ലേ? ഇന്നത്തേക്കുള്ളതൊക്കെ എന്തായാലും ഒന്ന് ജീവിക്കാനുള്ളതൊക്കെ ഉണ്ടാവും. എങ്കിൽ ഫകഅന്നമാ ഹീസതു ലഹു ദുനിയ, അവന് ലോകം മുഴുവൻ കിട്ടിയവനെ പോലെയാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചേ. ലോകം മുഴുവൻ കിട്ടിയവനെ പോലെയാണ് ഇന്ന് ഞാനും നിങ്ങളൊക്കെ എഴുന്നേറ്റ് പ്രഭാതത്തിലായി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഹംദൻ കസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നൊക്കെ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്നവരാക്കി മാറ്റി, അതിൽ നിലനിൽക്കുന്നവരാക്കി മാറ്റി തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ടാണ് ലഇൻ ശകർതും ലഅസീദന്നകും, നന്ദി കാണിച്ചാൽ റബ്ബ് വർദ്ധിപ്പിച്ച് നൽകും. ആ ഒരു ചിന്തയോട് കൂടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പ്രധാനമായ രണ്ട് പാഠങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. ഒന്ന്, അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിച്ച് അള്ളാഹുവിന് മാത്രമായി ഇബാദത്ത് ചെയ്യുക. രണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക. ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ അത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകളെ പാലിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥ രൂപത്തിൽ നമുക്കിടയിലൊക്കെ രോഗം കൊണ്ടും കടം കൊണ്ടൊക്കെ മറ്റു പല രൂപത്തിലൊക്കെ ശാരീരികമായും മാനസികമായും ഒക്കെ പ്രയാസപ്പെടുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. നമുക്കൊന്ന് പാരായണം ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. എൻ്റെ കൂടെ ഓതുക കേട്ടോ ഇൻഷാ അല്ലാഹ്. നമ്മൾ നേരത്തെ ശേഷം ഇനി ഒന്നിച്ചോതാം ഇൻഷാ അല്ലാഹ്. ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا يا أرحم الراحمين. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.